എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ വാഹനത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസായ കാറ്റലറ്റിക് കൺവെർട്ടറിനെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ തൊട്ട് താഴെയായിട്ട് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു യൂണിറ്റ് ഇരിക്കുന്നത്. ഈ യൂണിറ്റിൻ്റെ പേരാണ് കാറ്റലറ്റിക് കൺവെർട്ടർ. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിൻ്റെ ഫങ്ഷനും കൺവെർഷനാണ്, കൺവെർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എക്സോസ്റ്റ് ഗ്യാസിൽ വരുന്ന പൊല്യൂട്ടൻ്റായ ഗ്യാസുകളെ നോൺ പൊല്യൂട്ടൻ്റായ ഗ്യാസുകളായിട്ട് കൺവെർട്ട് ചെയ്ത് പുറത്തേക്ക് വിടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ യൂണിറ്റിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് കാറ്റലിക് കൺവെർട്ടറിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. കാറ്റലിക് കൺവെർട്ടറിൻ്റെ ഉള്ളിൽ രണ്ട് ചേമ്പറായിട്ട് തിരിച്ചിട്ടുണ്ടാവും. പ്ലാറ്റിനത്തിൻ്റെയും റോഡിയത്തിൻ്റെയും ഒരു ചേമ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ പ്ലാറ്റിനത്തിൻ്റെയും പലേഡിയത്തിൻ്റെയും ഒരു ചേമ്പർ ഉണ്ടാവും. അപ്പോൾ എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന നൈട്രസ് ഓക്സൈഡ്, അതുപോലെ കാർബൺ മോണോക്സൈഡ്, അതുപോലെ ഹൈഡ്രോ കാർബൺ, ഈ 3 ഗ്യാസുകൾ എക്സോസ്റ്റിലൂടെ പുറത്തേക്ക് വരും. ആ വരുന്ന ഗ്യാസുകൾ കാറ്റലിക് കൺവെർട്ടറിൻ്റെ ഫസ്റ്റ് ചേമ്പറായ പ്ലാറ്റിനത്തിൻ്റെയും റോഡിയത്തിൻ്റെയും ഉള്ളിൽ കൂടെ കടന്ന് തൊട്ടടുത്ത ചേമ്പറിലേക്ക് പോകും. ഒന്നാമത്തെ ചേമ്പറിൽ കൂടെ കടന്നു പോകുമ്പോൾ നൈട്രസ് ഓക്സൈഡ് നൈട്രജനും ഓക്സിജനായിട്ട് ചേഞ്ച് ആവും. കാർബൺ മോണോക്സൈഡ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അതേപോലെ തന്നെയായിരിക്കും ഇരിക്കുക. ഹൈഡ്രോ കാർബണും അതുപോലെ തന്നെയാണ് വരിക. ഇനി ഇത് രണ്ടാമത്തെ ചേമ്പറിലേക്ക് കടക്കും. രണ്ടാമത്തെ ചേമ്പർ എന്ന് പറയുന്നത് പ്ലാറ്റിനത്തിൻ്റെയും പലേഡിയത്തിൻ്റെയും ചേമ്പറാണ്. ആ ചേമ്പറിൽ കൂടി കടന്നു വന്നു കഴിയുമ്പോൾ ഈ ഗ്യാസുകൾ നൈട്രജനും അതുപോലെ കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് ചേഞ്ച് ആവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് എന്താണ് NOx-ഉം CO-യും HCയും കൺവെർട്ട് ചെയ്യപ്പെടുന്നത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ, എക്സോസ്റ്റിൽ വരുന്ന പൊല്യൂട്ടൻ്റായ നൈട്രസ് ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഹൈഡ്രോ കാർബണും അത് ഒന്നാമത്തെ ചേമ്പറിൽ കൂടി കടന്ന് രണ്ടാമത്തെ ചേമ്പറിന് തൊട്ട് മുമ്പ് വരുമ്പോഴത്തേക്കും നൈട്രസ് ഓക്സൈഡിന് മാത്രമാണ് മാറ്റമുണ്ടാവുക. അത് നൈട്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കും. കാർബൺ മോണോക്സൈഡിനും ഹൈഡ്രോ കാർബണിനും മാറ്റമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ ചേമ്പറായ പ്ലാറ്റിനത്തിൻ്റെയും പലേഡിയത്തിൻ്റെയും ചേമ്പറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് നൈട്രജനും കാർബൺ ഡയോക്സൈഡും വെള്ളവുമായിട്ട് ചേഞ്ച് ആവും. അപ്പോൾ നമ്മളെന്താണ് ആദ്യം വന്നിരുന്ന പൊല്യൂട്ടൻ്റായ ഗ്യാസുകളെല്ലാം നോൺ പൊല്യൂട്ടൻ്റായ ഗ്യാസുകളായിട്ട് ചേഞ്ച് ആവും. അപ്പോൾ ഈ ഒരു പ്രക്രിയയാണ് കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് വാട്ടറായിട്ട് ചേഞ്ച് വരുന്ന കാരണത്താൽ, അതായത് നൈട്രജനും കാർബൺ ഡയോക്സൈഡും വാട്ടറായിട്ട് ചേഞ്ച് ആവുന്ന കാരണത്താലാണ് മിക്കവാറും വണ്ടികളിലൊക്കെ എക്സോസ്റ്റ് പൈപ്പിൻ്റെ അകത്ത് നമുക്ക് വെള്ളം വരുന്നത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഓട്ടത്തിലൊക്കെ ചില വണ്ടികളിലെ സൈലൻസറിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ചില വെള്ളം വരുന്നതാണ്. അപ്പോൾ അതെന്താണ്, ഇത് ഇതുപോലെ കറക്റ്റായിട്ട് കൺവെർട്ട് ചെയ്യപ്പെടുന്ന കാരണത്താലാണ്. ഇങ്ങനെ കൺവെർട്ട് ചെയ്ത് പുറത്തേക്ക് വരുവാണ് എന്നുണ്ടെങ്കിൽ ആ വണ്ടികൾക്ക് നല്ല മൈലേജ് ആയിരിക്കും. അതുപോലെ ആ വണ്ടികൾക്ക് പൊല്യൂഷൻ വളരെ കുറവായിരിക്കും. കാറ്റലിറ്റിക് കൺവെർട്ടറിന് മുമ്പും പിമ്പുമായിട്ട് 2 സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ആദ്യം വരുന്നത് O2 സെൻസറാണ്, അതായത് എക്സോസ്റ്റ് ഗ്യാസിലുള്ള ഓക്സിജൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനും. രണ്ടാമത് കാറ്റലിറ്റിക് കൺവെർട്ടറിന് ശേഷം വെച്ചിരിക്കുന്ന സെൻസർ O2 സെൻസർ 2 ആണ്, അല്ലെങ്കിൽ AF സെൻസർ എന്ന് പറയും. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാറ്റലിറ്റിക് കൺവെർട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ രീതിയിൽ കാറ്റലിക് കൺവെർട്ടറിന് കംപ്ലൈൻറ്റുകളൊന്നും വരാറില്ല. കംപ്ലൈൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി മിസ്ഫയറിംഗ് ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് ഓടിച്ചാൽ മാത്രമാണ് കാറ്റലിറ്റിക് കൺവെർട്ടർ ഡാമേജ് ആവുള്ളൂ. അതുപോലെ മോശമായിട്ടുള്ള ഫ്യൂവൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ കാറ്റലിക് കൺവെർട്ടർ ഡാമേജ് ആവും. കാറ്റലിക് കൺവെർട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മളത് റീപ്ലേസ് ചെയ്യാനാണ് മാർഗമുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മെറ്റീരിയൽ പ്ലാറ്റിനവും റേഡിയവും അതുപോലെ തന്നെ പ്ലാറ്റിനവും പലേഡിയവും ഒക്കെ ആയ കാരണത്താൽ ഇതിന് വില കൂടുതലായിരിക്കും. അപ്പോൾ കാറ്റലിക് കൺവെർട്ടറിന് നമ്മുടെ വാഹനത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.